ഐലൻഡിലെത്തി. ഐലൻഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കണേ. സൈഡിലാ ലോറി കാണിച്ചു കൊടുത്താൽ ഇത് പെട്രോള് ഡീസലൊക്കെ കയറ്റാൻ വന്ന വണ്ടിയാണ്. അമ്മയും പറഞ്ഞു നല്ല അന്തരീക്ഷമാണ്, അതുകൊണ്ട് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. മഴ ഇപ്പം ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ച് വണ്ടികളൊന്നുമില്ല, വഴി നമുക്കായിട്ട് ഇട്ടേക്കണം റോഡൊക്കെ. ഇന്ന് തിരക്ക് കുറഞ്ഞ ദിവസമായിരുന്നു അവിടെ ടോൾ പാസ്. ഈ സൈഡിലാണ് പഴയ റേപ്പാളുള്ളത്. ഇവിടെ കാണാൻ പറ്റൂല, കാട് പിടിച്ച് കിടക്കണേ. മുഴുവനും കാടുകളായി, മരങ്ങളൊക്കെ കാരണം നമുക്കതൊന്നും കാണാൻ പറ്റൂല. വെയിലൊക്കെ പുല്ല് വന്ന് മൂടി കിടക്കണേ. എന്നെ കിട്ടുമോ നോക്കി, എന്നെ കാണിക്കാൻ പറ്റും നോക്കി. ശരിക്കും ഇപ്പൊ കാണിച്ചോ, ഇപ്പൊ കാണും. ഇടക്ക് ലോറികളൊക്കെ വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചരക്ക് തന്നെ സ്ഥലങ്ങളത് കണ്ട ഗോഡൗണുകളൊക്കെയാണ്. ഇവിടെയായിരുന്നു ഗോതമ്പ്, അരി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടിരുന്ന ഗോഡൗണാണ്. ഇപ്പൊ അതൊക്കെ വെറുതെ ഇപ്പൊ മറ്റേ ഇതിന്റെ ഗോഡൗണിന്റെ അറ്റത്ത് മറ്റേ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള സംഭവമുണ്ട്. ഈ അറ്റത്ത് കാണണം. ലക്ഷദ്വീപിലേക്ക് പോകുമ്പോ സാധനം കയറ്റണ ഇവിടെ നിന്ന് കയറ്റി വണ്ടി കൊണ്ട് ഷിപ്പിക്കൊണ്ടാക്കും. കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ വണ്ടി ഓടിച്ച് വരാൻ പറ്റില്ല. രണ്ട് സൈഡിലും ലോറികളുടെ ബഹളം. ലോറികളൊന്നും ഇല്ല. ഇവിടെ നിന്നൊക്കെ പോയി റോഡിലോട്ട് പോയി. ഇതാണ് നമ്മുടെ ഇങ്ങനെ അങ്ങോട്ട് പോകാം. ആ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ലോറികൾ കിടപ്പുണ്ട് കേട്ടാ. എന്നാലും ഇതൊന്നും അല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ പാം ഓയില്, വെളിച്ചെണ്ണ, എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന കുരുമുളക്, മലയാളക്ക് വ്യഞ്ജനങ്ങൾ, എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെച്ചത്. ഇപ്പൊ ആൾക്കാരൊക്കെ കുറഞ്ഞ്, വണ്ടികളും കുറഞ്ഞ്. അന്നേരം നല്ല തിരക്കുള്ള ടൈമായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നായിരുന്നു കല്യാണത്തിന്. ഇവിടെ ഹോളിൽ വന്നപ്പോഴത്തേനും കടയിലൊക്കെ നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം ടൈമായിരുന്നു. മർച്ചന്റ് നേവി ക്ലബ്ബ് ആണിത്. അവരുടെ തന്നെ ഹോൾ അവിടെ ഉണ്ട്. അതിനകത്തോട്ട് പോയാൽ വലിയ ഹോളാണ് കേട്ടോ. കല്യാണം ഇവിടെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തും. മർച്ചന്റ് നേവിയുടെയാണ്. ആ കടയൊന്നും നമുക്ക് കിട്ടൂല. നിറച്ചും മരങ്ങളാണ്, കാട് പിടിച്ച് കിടക്കണ. ഇവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റൂല. ഇപ്പൊ എന്താന്ന് വെച്ചാ പുല്ലും മരങ്ങളും ഒക്കെ ആയിട്ട്. റെയിൽ തന്നെ ഉണ്ടാകുന്ന ആൾക്കറിയാം. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് ഒരു പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു. ആരൊക്കെയോ അതിൻ്റെ പാളയൊക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായി. എല്ലാം ഉണ്ടെങ്കിലും കള്ളന്മാരെയൊക്കെ പിടിക്കാനൊന്നും പറ്റൂല. സാമാന്യം നല്ല തിരക്ക് ഉള്ള സ്ഥലങ്ങളായിരുന്നു. ഓട്ടോറിക്ഷയൊക്കെ കണ്ട വെറുതെ കിടക്കണേ. അവർക്കൊക്കെ ഓട്ടോ ഒന്നുമില്ല. അതിനകത്തോട്ട് കയറ്റാൻ പറ്റും. റെയിൽവേ സ്റ്റേഷന്റെ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം. പണ്ട് നമ്മളിവിടെ വന്നാണ് ട്രെയിനൊക്കെ കയറിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ എന്ത് സുഖമായിരുന്നു. ഇപ്പം പാടാണ്, ആരുമില്ലെന്നൊന്നും. ഇതാണ് നമ്മുടെ പഴയ റെയിൽവേ സ്റ്റേഷൻ. കണ്ട, ഇതിൻ്റെ അകത്തേക്കൊന്നും നമ്മൾ കയറണമെന്നില്ല. നമ്മൾ പുറത്തേക്ക് പോകണേ കാണിച്ചു തരാൻ വേണ്ടി വന്നതാ. ഇങ്ങനെ കാണിക്കുന്നു.
ഇല്ല, ആകെ ശൂന്യമായി കിടക്കുന്നു. കണ്ടാകത്തോട്ട് എനിക്ക് മനുഷ്യരില്ല. ഐലൻഡൊക്കെ ഇങ്ങനെയാവുന്ന നമ്മൾ ആരെങ്കിലും ഓർത്തതാണ്. ഇങ്ങനെയൊക്കെ അവസ്ഥ ഇങ്ങനെയായി. അങ്ങനെ പറയണ്ടമ്മോ, ഐലൻഡ് കൊല്ലാറോടെ തൊട്ട് പോകല്. ഇവിടത്തത് ഇവിടെ ഉള്ളത് ഇങ്ങനെ ആയിപ്പോയില്ല. ഇവിടെയല്ലേ എല്ലാം വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ. ഹായ് കണ്ട പാപ്പാടുള്ള പട്ടികൾ. മട്ടാഞ്ചേരി വാർഫ് കപ്പൽ വന്നെടുക്കണ സ്ഥലങ്ങൾ. ഇവിടെ നിന്നാണ് അങ്ങോട്ട് നമ്മൾ പിന്നെ ലക്ഷദ്വീപിലോട്ടൊക്കെ പോണത്. ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി വാർപ്പ്. കണ്ട ഇതിങ്ങനെ പിടി. പറഞ്ഞു മട്ടാഞ്ചേരി വാർപ്പാണ്. എവിടെ ആളില്ല, ആകെ ശൂന്യമായി തന്നെ കിടക്കണം. വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ കണ്ട് പണ്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാം നമുക്ക്. ഗോഡൗണൊക്കെ കണ്ട, ഗോഡൗണൊക്കെ ആകെ എല്ലാം അടച്ച് പൂട്ടി, ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണം കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. കണ്ടോ, എല്ലാം പൂട്ടി തുരുമ്പ് പിടിച്ച് ആകെ പഴകി ഒക്കെ കിടക്കണേ. അങ്ങനെ ഞങ്ങൾ ഐലൻഡും കണ്ട് കറങ്ങിക്കൊണ്ടിരിക്കണം. ലോറിയല്ലേ അത് മറ്റേതാണ് ഫയർഫോഴ്സ്. അത് കറക്റ്റ് ആക്കാം. എനിക്ക് ഫ്രണ്ട് കാണിച്ചത് ചരക്ക് ലോറി ചായപ്പൊടിയാന്നോ, ചായപ്പൊടിയായിരുന്നു. കുരുമുളകൊക്കെ ചായപ്പൊടിയാണ്. ചായപ്പൊടിക്കാണ് അങ്ങനത്തെ കട്ടിയുള്ള ഇത് ഉണ്ടാവുള്ളൂ. കുരുമുളകൊക്കെ ലോഡൊക്കെ കയറ്റി നിർത്തിയേക്കണേ. പിന്നെ ഇവിടെ നിന്ന് വന്നിട്ട് അതിനെ എന്തോ പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്താലേ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകുള്ളൂ. അങ്ങനെ പിടിച്ചോട്ടെ നെഞ്ചി. കാണുന്നതാണ് നമ്മുടെ ഈ ചരക്ക് ലോറിയൊക്കെ നമ്മുടെ തൂക്കണ സ്ഥലം. കണ്ട, ഇതിവിടെ വന്നിട്ട് കറക്റ്റായിട്ട് തൂക്കിയിട്ടാണ് അവര് പോണത്. കിട്ടണമില്ല ഇവിടെ. നേരെ പിടിച്ചു, നേരെ പിടിച്ചു. ഏതാണ് മറ്റേ സിമന്റ് ലോറി, അൾട്രാ ട്രച്ച് സിമന്റ് ലോറിയാണ്. കൊറേ പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഇല്ല. കുറച്ചൊക്കെ ഇത് പോർട്ടാണ്. നേരാണ്, നേരാണ് ചുരുക്കം. നേരെ കാണിച്ച നേരാണ്. പോർട്ടിലെത്തി. പിന്നെ കിട്ടണോ സൈഡ് കാണിച്ചു കൊടുത്തു. അങ്ങോട്ടൊക്കെ പോവാം. ആർക്കറിയാം, നമുക്കറിയില്ല. പിടിച്ചു, അങ്ങനെ തന്നെ പിടിച്ചു, അങ്ങനെ തന്നെ പിടിച്ചു. എന്താണ് അത് എഴുതിയേക്കണം? കൊച്ചിൻ പോർട്ട്. ചിമ്പോട്ട് അകത്തന്നെ പിടിച്ചു. അയാൾ നോക്കണ്ടല്ലോ. അവിടെ നിന്ന് നേരത്തെ ബോട്ടൊക്കെ വന്ന അതിലിവിടെ അങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു. നേരത്തെ ബസ്സൊന്നും ഇല്ല. അപ്പം അവിടെ നിന്ന് ഹൈക്കോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഐലൻഡിലോട്ടും വരും. അങ്ങനെ സ്റ്റാഫൊക്കെ ഇവിടെ വന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ വണ്ടികളൊക്കെ വന്നാലും പിന്നെ ബോട്ട് സർവീസൊക്കെ കുറച്ചേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തോട്ടുണ്ടെങ്കിൽ ഷിപ്പ് കാണാൻ പറ്റില്ല. അത് ഏത് സ്ഥലം പോകണം. ഏത് വഴി വേണേലും പോവാം, വണ്ടിയൊന്നും ഇല്ലാത്തത് കാരണം. അതിലെ കറങ്ങി അങ്ങനെ വരുമ്പോ അവിടെ ആ വഴി അങ്ങനെ പോകുമ്പോഴാണ് ഒരു വാച്ച്മാനോട് ചോദിച്ചെങ്കിൽ പറഞ്ഞു തന്നാലേ പറയുന്നുള്ളതല്ലേ. അതിലെ കറങ്ങി ഇതിലെ തന്നെ വന്നു. സിമെന്റിന്റെ ഓറഞ്ച് നേരെ കാണിച്ചിട്ട് ഓറഞ്ച് അൾട്രാ ട്രച്ച്
ഇവിടെ നിന്നാണ് ലോറികൾ കയറ്റണം. സിമെന്റ് ലിമിറ്റഡ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ലോറിയിൽ സിമെന്റ് ഒക്കെ കയറ്റി വരുന്നത്. കണ്ടോ, പണ്ടായിരുന്നെങ്കിൽ സിമെന്റിന്റെ പൊടി കൊണ്ടിട്ട് നമുക്ക് ഇതിലെ പോവാനേ പറ്റൂല. അത്രക്കും മാത്രം കയറ്റുമ്പോഴൊക്കെ പൊടികളും ചാക്കിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നമ്മളെടുത്തതല്ലേ. എടുത്താണെങ്കിൽ ഞാൻ സ്ഥലം തപ്പണേ, ഷിപ്പ് തന്നെ സ്ഥലമുണ്ട്, അതാണ് തപ്പണ. ഞാനേ ഇതിവിടെ കണ്ടാ ഷിപ്പ് തന്നെ സ്ഥലമാണ്. ഇവിടെ ഷിപ്പില്ല. ഞാൻ ഷിപ്പ് കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. അങ്ങ് ഇവിടെ ഈ സ്ഥലത്തെ ഷിപ്പ് ഉണ്ടായിരുന്നു, ഷിപ്പ് ഇപ്പം ഇല്ല. അപ്പം ഞങ്ങൾ ചുമ്മാ അത് കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഒരു ഷിപ്പിൻ്റെ സമയമല്ലെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഒന്നും കൂടി അങ്ങാട് പോയി നോക്കണേ. ചുമ്മാ ഇവിടെ മറ്റേ സിമെൻറ്റിൻ ലോറിയൊക്കെ ഉള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിമെൻറ്റിൻ ലോറി ഇങ്ങനെ പിടിക്കണ സ്ഥലമാണ്. കണ്ട, ഇവിടെ ഷിപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് അതിന് വന്നിട്ട് ഈ മേടിക്കൂടി കാണുന്ന ടണലുണ്ട, ഷിപ്പ് അവിടെ നിർത്തും. അവിടെ നിർത്തിയിട്ട് ഈ കുഴലിൽ കൂടി ഇതിങ്ങനെ ആ കുഴലിൽ കൂടി ഇങ്ങനെ അകത്തേക്ക് പോയിട്ട് ആണ് സിമെൻറ്റ് ലോറികളിലോട്ടൊക്കെ സിമെൻറ്റ് ഇറക്കണത്. അപ്പോൾ ഞാനിങ്ങനെ മുമ്പോട്ട് പോയി നോക്കണേ. ഇവിടെ സിമെൻറ്റ് ലോറി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. ഒരു ഷിപ്പുണ്ട്, അത് എന്താന്ന് നമുക്കറിയില്ല. എന്ത് ഷിപ്പാണത്? എന്നെ കിട്ടണുണ്ടോ? കണ്ട ഇവിടെ ഒരു കുഞ്ഞു ഷിപ്പുണ്ട്, അതെന്താന്നറിയില്ല. കണ്ട ഏതോ ഷിപ്പ് വന്നുണ്ട്, മറ്റേ ബാർജാന്നാണത്. അതേ ഷിപ്പുണ്ട്. പണ്ടില്ലേ, എൻ്റെ അച്ചായി കുടിവെള്ളം ഓടിക്കാൻ നേരത്ത് ഈ ഷിപ്പിനൊക്കെ ഞങ്ങൾ മറ്റേ ടാങ്കൻ ലോറിയിൽ വെള്ളം കൊണ്ടുവരുമായിരുന്നു. ഇങ്ങനെ എന്നിട്ട് ആ ഗേറ്റിൽ കൂടി കയറിയിട്ട് ആ ഷിപ്പിൻ്റെ അടുത്ത് വരെയും പോകും. എന്നിട്ട് നമ്മൾ ഓസ് ഇട്ടിട്ട് ഷിപ്പിൽ വെള്ളം കൊടുക്കുമായിരുന്നു. അച്ചായി ഇപ്പില്ല, അച്ചായി ദൈവം കൊണ്ടുപോയി, അത് അങ്ങനെ പറയാം. ഐലൻഡിൽ വന്നേക്കണേ. കണ്ട, ഈ കാറിലാണ് വന്നേക്കണം. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ വന്നേക്കണേ. കൊച്ചിൻ പോർട്ട് ഇതുണ്ടോ? ക്യാമറ തിരിയണത് തിരിയാ. കണ്ട, മൊത്തം ശൂന്യമായി കിടക്കണേന്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് വന്നേക്കണേന്ന് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ എല്ലാ കടകളും അടച്ചിട്ട് കട നടത്തിക്കൊണ്ടിരിക്കണമായിരുന്നു. അതുകൊണ്ട് വേറെ കട നോക്കാമെന്ന് ഓർത്ത് വന്നതാണ്. പിന്നെ ഇവിടെ ആൾക്കാരില്ല, ഒന്നുമില്ല. ഇവിടെ കടയെടുത്തിട്ട് വലിയ കാര്യമുണ്ടാകും. നേരത്തെയുള്ള പോലത്തെ ഇതൊന്നും ഇല്ലല്ല. പോർട്ടിന് ഇതല്ലേ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് വന്നേക്കാൻ ഓർത്ത് വന്നതാണ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഇടയിൽ കൊച്ചിൻ എഴുതിയിട്ട് അതൊക്കെ മാഞ്ഞ് ഒക്കെ പോയി. പണ്ട് ഐലൻഡിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിറച്ചും ഷിപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഷിപ്പ് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഇവിടെ അത്ര വലിയ ഷിപ്പൊന്നുമില്ല. എന്താ സംഭവം ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാനും എനിക്കറിയില്ല. ഷിപ്പിൽ നിന്നല്ല മറ്റേ വല്ലാർപാടത്തോട്ട് പോയല്ല. വല്ലാർപാടത്തോട്ട് പോയപ്പോഴാണെന്നാണ് ഇവിടെ ഷിപ്പ് ഐലൻഡിലോട്ടുള്ള ഷിപ്പൊക്കെ കുറഞ്ഞത്. അങ്ങനെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഷിപ്പ് ഉണ്ടാവുന്ന ഓർത്തുണ്ടാവും വന്നത്. പക്ഷെ ഇപ്പം ഷിപ്പില്ല. ചെറുതിലെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുവന്നത് ഐലൻഡിലാണ്. അന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ ബഹളവും. അന്ന് ആദ്യമായിട്ട് കാണും. നമ്മൾ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം ആ ഷിപ്പിൽ കയറണമെങ്കിൽ.
അപ്പം അതിൻ്റെ ഉള്ളിൽ നിറയെ ഗോതമ്പാണ്. ഗോതമ്പ് ഇങ്ങനെ എടുക്കണം, കണ്ടെയ്നറിൽ എടുത്ത് കൊണ്ടുപോകണമൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഒരു ബോഗിൽ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ വല്ലാറടുത്തോട്ട് പോയിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് വല്ലാറടുത്ത് പോയപ്പോഴേക്കും അവിടെ ഉണ്ടാവും. നമുക്ക് കറക്റ്റ് നമുക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് ഒന്നും പറയാൻ അറിയില്ല കേട്ടോ. നമുക്ക് അങ്ങനെ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തുകയും കല്യാണം കഴിക്കുകയും ചെയ്ത് കൊണ്ടുവന്നത് ഇങ്ങോട്ട് കൊച്ചിയിലൊക്കെ കൊണ്ടുവന്നത്. ഇത് പറയണത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമുണ്ട്. അമ്മച്ചിയുടെ അമ്മച്ചി കല്യാണം കഴിച്ച കാലത്തൊക്കെ ഉണ്ടായിരുന്ന. പിന്നെ ടൂർ വന്നത് കുഞ്ഞുനാളിൽ അമ്മച്ചി സ്കൂളിൽ പഠിക്കുന്ന ടൈമിന്. ഇപ്പഴല്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ടൂർ വന്ന് അന്നേരം അവിടെയൊക്കെ പോയി. ഐലൻഡിലേക്കുള്ള വണ്ടി കണ്ട. ഇത് എറണാകുളത്ത് കടായി കടായി കുമ്പളങ്ങിക്കുള്ള ബസ് കാണിച്ചു. കുമ്പളങ്ങിക്ക് ബസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ കാണിക്കും കുമ്പളങ്ങിക്കുള്ള ബസ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ടാവുമല്ലോ അവരെയും കൊണ്ട് പോവാനായിട്ട് ഐലൻഡ്. പണ്ടാണെങ്കിൽ നിറച്ചും വണ്ടിയുടെ സിമെന്റ് ഗോഡൌൺ ഉണ്ട്. സിമെന്റ് ഗോഡൌൺ ആണ്. നമ്മള് അപ്പുറത്തെ നേരെ കാണിച്ചു സിമെന്റ് ലോറികളുണ്ട്. അതിന്റെ അവിടെ കണ്ട് ആൾക്കാരൊക്കെ അതിന്റെ അകത്ത് സിമെന്റിന്റെ അല്ല വേറെ എന്തോ ചാക്ക് പോലെയാണ്. അതല്ല, അത് സിമെന്റിന്റെ ലോറിയാണ്. അവിടെ അകത്ത് കണ്ട അകത്ത് സിമെന്റ്, ഇത് സിമെന്റ് പൊടി വെച്ചണ ലോറി. ഈ അകത്ത് മറ്റേ ചായപ്പൊടിയാ പറഞ്ഞത്. ചായപ്പൊടി കൊച്ചിൻ ഇന്റർനാഷണൽ. നേരെ കാണിച്ചോട്ടോ സിമെന്റിന്റെ ലോറിയാണ്. ലോഡ് കയറ്റാൻ വന്നേന്ന് തോന്നണോട്ടോ. കുറച്ചൊക്കെ ഉണ്ട്. ഇത് നമ്മ ഫ്രണ്ടിൽ കാണിച്ചില്ലേ, ഫ്രണ്ടിൽ കാണിച്ചില്ല. ഇവിടെ കാണിക്കും. ഇത് കണ്ട സിമെന്റിന്റെ ചാക്ക് കയറ്റാൻ വന്നത്. അത് മറ്റേ ആ ലോറി കണ്ട മറ്റേ പൊടി കയറ്റാൻ വന്നത്. തോന്നണം എങ്ങനെയാലും കറങ്ങി തിരിഞ്ഞ് എത്തും. ജെട്ടിയാണിത്. ജെട്ടിയല്ല ഷിപ്പ് അടക്കണതാണ്. തിരിച്ചു വന്നപ്പോ അമ്മച്ചി മറന്നുപോയ. ഐലൻഡ് അവിടെ ഷിപ്പ് കാണുന്നുണ്ട്. ആ കാണാണ് കൊച്ചി. നമ്മുടെ ക്യാമറ അത്ര നല്ലതല്ല. ഷിപ്പ് 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 ഞങ്ങൾ പറഞ്ഞിട്ട് പോന്നു. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. നല്ല ഇരുണ്ട് കൂടി വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. കാറുകളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. സ്റ്റാഫൊക്കെ നടന്നു പോകുന്നുണ്ട്. പണ്ട് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അത് ഈ സ്ഥലമല്ലേ ഇവിടെ? ക്യാൻറ്റീൻ ഇതാന്ന് തോന്നണം. ഇതൊക്കെ മാറിപ്പോട്ടോ. മാറിയെന്ന് വെച്ചാല് പോകുന്നുണ്ട്. നമുക്കറിയില്ല. അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അതിനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ട് വശം ബാക്ക് വശമാണ്. നമ്മ കറങ്ങി വന്ന് ഇതിലേ വന്ന് കാറൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോ ഇത്രയും കാറുകൾ ഉണ്ടായില്ലല്ലോ. ഇപ്പൊ ഇതിലാണ് പോയത്. അന്നേരം ഇല്ലായിരുന്നല്ലോ. അല്ല, ചിലപ്പോ ഉണ്ണാനൊക്കെ പോയിട്ട് സാർമാരൊക്കെ വന്നതായിരിക്കും. അന്നേരം പോകുമ്പോ 1-2 കാറ് കിടപ്പുണ്ടായിരുന്നു. പോയില്ല, അവിടെ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് അവിടെ ഒരു ഞാൻ ലോറിയൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഒരു ചെറിയൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ടായി. അത് മാറിപ്പോയി. കുഞ്ഞുനാളിൽ വന്നതാണ്, പക്ഷേ സംഭവം മാറിപ്പോയി. അത് തന്നെയാണ്. ലോറിയൊക്കെ കാണിച്ചു നോക്കും. സിമെന്റ് ലോറി അങ്ങോട്ട് പോയപ്പോ അങ്ങനെ കാണുന്നുണ്ടല്ലേ? കണ്ടിട്ടുണ്ടാവും. മാറായിട്ട് കൂടി
ചായപ്പൊടി മര്യാദ കാണിക്കണം ഇങ്ങനെ കൊണ്ടുവന്നപ്പോ കണ്ടില്ലേ ആ പിന്നെ വാളോ ചാക്ക് കയറ്റണെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയാണ് ഫോൺ മേടിക്കണം. അമ്മച്ചി ചാക്ക് ഇട്ട് പോകണമെന്ന് ലോറിയിടാൻ വെച്ചാ ഇത് കാണാനില്ലട്ടോ. അത് കറക്റ്റായിട്ടാണ് കഴിഞ്ഞ് ചാക്കിട്ട് കൂടി അവിടെ ടർപ്പോള ഇട്ട് മൂടി കെട്ടി മഴയൊക്കെ വരാൻ പോണ പറഞ്ഞ അവര് ചരക്ക് കൊണ്ടുപോണേ. ഇതേ കണ്ട ചായപ്പൊടി ആണെന്ന് തോന്നുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചായപ്പൊടിക്കും കുരുമുളകിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ. സിമെന്റ് മറ്റേ ഇതൊക്കെ കണ്ടെയ്നർ കാണുന്നൊക്കെ ഇതായിക്കോട്ടെ. മറ്റേ കശുവിന് വേണ്ടി അങ്ങനെയുള്ള സാധനങ്ങൾ കശുവിന് എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞ. പിന്നെ പല പല സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പണ്ടത്തെ ഇത് കണ്ട കാണാൻ പറ്റില്ല. മരങ്ങളും അമ്മ അങ്ങാട് പോയില്ല. ഇനി അവിടെ വല്ല കഞ്ചാവടിയന്മാരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണിയാവൂല. ഞാനും അമ്മയും മാത്രമേ ഉള്ളല്ലോ. അതാണ് റെയിൽവേ പാളത്തിന്റെ അങ്ങോട്ടൊന്നും പോയൊന്നുമില്ല. ഇത് കണ്ട ഈ കാണുന്ന ലോറി പെട്രോള് ഇതൊക്കെ കയറ്റാൻ വന്നിക്കുന്ന ലോറിയാണ്. കണ്ട ഇവിടെ നിന്ന് ഈ സൈഡ് കാണിച്ചാൽ എന്താ ഇവിടെ ഇതുണ്ട് കാർഗോ കണ്ട. ഇവിടെ നിന്ന് കയറ്റാം. ഈ റോഡ് കണ്ട റോഡിന്റെ അതേ കൂടി അങ്ങനെ പോകുമ്പോ അവിടെ ഇങ്ങനെ കയറ്റണ സ്ഥലമുണ്ട് കണ്ട. നിറയെ മരങ്ങളാണ് ഇതിനകത്ത്. നമ്മളവിടെ നിർത്തിയിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ പോകാനൊന്നും പറ്റുമൊന്നുമില്ല. ആൾ സഞ്ചാരമൊക്കെ കുറവാണ്. അതിൻ്റെ അകത്തൊക്കെ ആരൊക്കെ ഇരിക്കണത് നമുക്കറിയാൻ പറ്റില്ല. മലമ്പാമ്പ് ഈ ഗോഡൗണിൽ നിറച്ചും അരിച്ചാക്കാണ്ട. നമ്മുടെ ഈ റെയിൽവേ പാളത്തിൽ ട്രെയിൻ വരുമല്ല. ട്രെയിൻ വന്നിട്ട് നമ്മുടെ മറ്റേ ആൾട്ടി കിടക്കണ ലോറികളിൽ കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ കണ്ട. ഇത് കണ്ട നമുക്ക് വന്നിക്കണ അരിച്ചാക്കുകളാണ്. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ലോറി കയറ്റി പല പല സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ഇത് മറ്റേ അരി ഗോഡൗണാണ് കണ്ട. നല്ലൊരു കിടിലം മഴയുണ്ട വരാൻ പോണ. ഒരു രക്ഷയില്ലാത്ത മഴയുണ്ട വരാൻ പോണ. പക്ഷെ അമ്മച്ചിയാണ് വീഡിയോ പിടിക്കണോണ്ടേ. അമ്മച്ചി പഠിച്ചു തന്നെയല്ലേ, ഞാൻ കളിയാക്കിയതല്ലേ. പഠിച്ചു തന്നെ അവര് വീഡിയോ പിടിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മ കളിയാക്കിയതല്ല കേട്ടോ. ഇവിടെ തേക്കണം ലോറി കണ്ട. പെട്രോളും ഡീസലും ഒക്കെ കയറ്റാൻ വേണ്ടി വന്ന ടാങ്കർ ലോറിയാണിത്. ഈ ടാങ്കിൽ നിന്നാണ് അതൊക്കെ. ഇതേപോലെ അവിടെ ലോറിയും കിടപ്പുണ്ട് കുറെ കയറ്റാൻ. 2-3-4 ലോറികളുണ്ട്. കയറ്റിയത് പുറത്തോട്ട് വന്നേക്കണാണ്. ഇനി കയറ്റാൻ വേണ്ടി നിൽക്കണേണെന്ന് അറിയില്ല. പെട്രോള് കയറ്റാൻ വേണ്ടിയിട്ട് ലോറികൾ അവിടെ കിടക്കണുണ്ട്. ടാങ്കർ ലോറി 3-4 എണ്ണം കിടപ്പുണ്ട്. അത് കയറ്റി കഴിഞ്ഞിട്ട് ചിലപ്പോ പുറത്ത് കിടക്കണ ലോറി കയറിപ്പോ. അങ്ങോട്ട് പോയപ്പോഴാണ് അവിടെ ഇവിടെ പുറത്ത് കിട്ടും. ഉള്ളില് മറ്റേ നമ്മുടെ വണ്ടി ലോഡ് ചെയ്യണ കാണാം. നേരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിക്കോ നമുക്ക് അവിടെ നിർത്തിയിട്ട് പറഞ്ഞ പോലെ മഴ പെയ്തട്ടാ. അപ്പൊ നേരത്തെ കാണിച്ചേക്കണ ആ വീഡിയോ ഇല്ലേ, വീഡിയോ നമ്മളെ മറ്റേ പെട്രോളും ഡീസലും കയറ്റാൻ വന്ന ലോറിയാണ് കണ്ട. ഈ കാണുന്ന ടാങ്കിലാണ് നമുക്കുള്ള പെട്രോളും ഡീസലും എല്ലാം ഉള്ളത്. ആ പുറകിൽ കാണുന്നതിലാണ് ഇപ്പം നേരത്തെ കാറ് വളച്ച് കാണിച്ചില്ലേ, അതിലാണ് പെട്രോളും ഡീസലും ലോഡ് കയറ്റിയിട്ട് നമ്മുടെ പല പല സ്ഥലത്തോട്ടൊക്കെ പോകും. കറക്റ്റ് നമ്മുടെ ഓൾ കേരള എല്ലായിടത്തോട്ടും പോകും കണ്ട. ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ സൈഡില് ഐലൻഡിലേക്കുള്ള മറ്റേ ചരക്ക് ലോറികൾ കുറഞ്ഞുള്ളൂ കേട്ടോ. എല്ലാം ഓട്ടത്തിന് പോയേക്കണേ. അത് കാണിച്ചു. ഒരു ചരക്ക് ലോറി മാത്രമേ ഉള്ളൂ അപ്പുറത്ത് കിട്ടണുണ്ടോ.
ഒരു ചരക്ക് നേരത്തെ ഇവിടെ നിറച്ചു. രാവിലെയൊക്കെ ആണെങ്കിൽ അവരെല്ലാവരും ഓട്ടത്തിന് പോയി. വണ്ടി ടാങ്കറിൽ ഒരു കിടപ്പുണ്ട്.